പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ ദില്ലിയിൽ പോയി പ്രതിഷേധിക്കണമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി. UDF എംപിമാർ പാലക്കാട് ഡിവിഷന് പകരം ദില്ലിയിൽ റെയിൽവേ ഭവന് മുന്നിൽ പോയി പ്രതിഷേധം നടത്തണമെന്നും സംയുക്ത പ്രതിഷേധത്തിനായി ഇടതുപക്ഷം തയ്യാറാണെന്നും ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ BJP ദേശീയ സെക്രട്ടറി K. സുരേന്ദ്രൻ തയ്യാറായില്ല. പാലക്കാട് ഡിവിഷൻ വിഭജിച്ച് മംഗലാപുരത്തെ മൈസൂർ ഡിവിഷനോട് ചേർത്ത തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. റെയിൽവേയുടെ തീരുമാനത്തിനെതിരെ പാലക്കാട് ഡിവിഷന് മുൻപിൽ തിരുവോണ ദിവസം നിരാഹാര സമരം നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കേരളത്തിലെ എംപിമാർ അന്ന് തിരുവോണ ദിവസം പാലക്കാട് ഡിവിഷണൽ കൊമേഴ്സ്യൽ സൂപ്രണ്ട് ഓഫീസിന് മുമ്പിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നിരാഹാരം ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ പാലക്കാട് ഡിവിഷനു പകരം കേന്ദ്ര റെയിൽവേ ഭവന് മുൻപിലാണ് UDF എംപിമാർ സമരം നടത്തേണ്ടത് എന്ന് ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു. പാലക്കാട് ഡിവിഷന് മുമ്പിലല്ല, നമ്മളെല്ലാവരും ചേർന്ന് കേരള സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് മുമ്പിലാണ് സമരം സംഘടിപ്പിക്കേണ്ടത്. പാലക്കാട് ഡിവിഷന് മുമ്പിൽ സമരം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മുടെ ഡിവിഷനെ മുറിച്ചുകൊണ്ടുപോകുന്ന യഥാർത്ഥ പ്രതികൾ അറിയും? ഉത്തരവാദപ്പെട്ടവർ എങ്ങനെയാണത് അറിയുക? അതേസമയം 2007 സേലം ഡിവിഷൻ രൂപീകരിച്ചപ്പോൾ പാലക്കാടിന് ഏകദേശം 550 റൂട്ട് കിലോമീറ്റർ നഷ്ടമായിരുന്നു. അന്ന് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ വമ്പന്മാർ കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നിട്ടും അത് തടയാൻ സാധിച്ചില്ലെന്നും ജോൺ ബ്രിട്ടാസ് എം പി വിമർശിച്ചു. 2007 കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് സേലം ഡിവിഷൻ രൂപീകരിച്ചപ്പോൾ പാലക്കാടിന് ഏകദേശം 550 റൂട്ട് കിലോമീറ്റർ നഷ്ടമായിരുന്നു. അന്ന് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ വമ്പന്മാർ കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നിട്ടും അത് തടയാൻ സാധിച്ചില്ലെന്നും ജോൺ ബ്രിട്ടാസ് എം പി വിമർശിച്ചു. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ BJP ദേശീയ സെക്രട്ടറി K. സുരേന്ദ്രൻ തയ്യാറായില്ല. UDF സർക്കാരിന്റെ കാര്യക്ഷമതയില്ലായ്മ കൊണ്ടാണ് കോച്ച് ഫാക്ടറിയും അതിവേഗ റെയിൽവേയും കേരളത്തിന് നഷ്ടമായത് എന്ന വിമർശനമുയരുന്ന സാഹചര്യത്തിൽ പാലക്കാട് ഡിവിഷൻ വിഷയത്തിലെങ്കിലും മുഖ്യമന്ത്രി ഏകോപിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നടത്തണമെന്ന ആവശ്യം ശക്തമാണ്. കൈരളി ന്യൂസ്, ദില്ലി.